വൈലോപ്പിള്ളി എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ പേര് പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു 100 കിലോമീറ്ററെങ്കിലും പോയിട്ട്, കാരണം അത് രണ്ടും തമ്മിൽ അത്രയും വ്യത്യാസമുണ്ട്. നമ്മുടെ മലയാള സാഹിത്യത്തിൽ പ്രത്യേകിച്ചും കവിതയിൽ 2 കാലഘട്ടത്തിൽ എഴുതപ്പെട്ട 2 കവിതകൾ. ഒന്ന് വൈലോപ്പിള്ളിയുടെ മാമ്പഴം, മറ്റൊന്ന് റഫീഖ് അഹമ്മദിന്റെ തോരാമഴ. അങ്കണത്തൈമാവിൽ ആദ്യത്തെ പഴം വീഴുകെ മദൽ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. ഉമ്മുക്കുലുസു മരിച്ചെന്നു രാത്രിയിൽ ഉമ്മ തനിച്ചു പുറത്തു നിന്നു. ഇത് രണ്ടും മാതൃതാപം അത്രയധികം എക്സ്പ്രസ് ചെയ്തിട്ടുള്ള 2 കവിതകളാണ്. 2 കാലഘട്ടത്തിൽ 2 കവികളിലൂടെ 2 അമ്മമാരുടെ താപം, ദുഃഖം അത്രയധികം വാക്കുകളായിട്ട് കിന്നിറങ്ങി. 2 പേരും അവസാനം എത്തുന്നത് ഈ മാങ്കനിയായിട്ട് കുഞ്ഞിന് കൊടുക്കാൻ നിവേദ്യമായിട്ട് അമ്മ 4 മാസത്തിന് ശേഷം മാമ്പഴം പഴുത്ത് മാങ്കനിയായിട്ട് പോവുകയാണ് ആ കുഞ്ഞിനെ സംസ്കരിച്ചിടത്തേക്ക്, വൈലോപ്പിള്ളിയുടെ മാമ്പഴത്തിൻ്റെ അവസാന ഭാഗത്ത്. അതേപോലെ തന്നെ തോരാമഴയിൽ മഴ നനയാതിരിക്കാൻ വേണ്ടി കുടയും എടുത്തിട്ട് കുഞ്ഞിനെ അടക്കം ചെയ്ത പള്ളിപ്പറമ്പിലേക്ക് ഓടാൻ ശ്രമിക്കുന്ന ഉമ്മ. ഇതിൽ 2 ഇമോഷൻസ്, 2 കാലഘട്ടത്തിലെ 2 ജീവിത സംസ്കാരങ്ങളിലെ 2 ഇമോഷൻസ്, മാതൃത്വത്തെ അത്രയധികം നിങ്ങൾ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. വൈലോപ്പിള്ളിയുടെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ആ കവിതയിലുണ്ടായിരുന്നു? ഇപ്പം ഷബിത, വൈലോപ്പിള്ളി എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ പേര് പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു 100 കിലോമീറ്ററെങ്കിലും പോയിട്ട്, കാരണം അത് രണ്ടും തമ്മിൽ അത്രയും വ്യത്യാസമുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ മാമ്പഴം എന്ന് പറയുന്ന കവിത മലയാള ഭാഷ അറിയാവുന്നവരും മലയാളം പഠിച്ചിട്ടുള്ളവരും കവിതയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഏതൊരു മലയാളിക്കും വളരെ സുപരിചിതമായിട്ടുള്ളൊരു സംഗതിയാണ്. എനിക്കും ഞാൻ കുട്ടിക്കാലത്ത് മുതലേ കേൾക്കുന്നതും എൻ്റെ ബോധത്തിലൂടെ കിടക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഈ തോരാമഴ എന്ന് പറയുന്ന കവിത ഒരു പക്ഷേ അതായിട്ട് ബോധപൂർവം അങ്ങനെ ഒരു യാതൊരു സ്വാധീനം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണത്. എൻ്റെ ഇപ്പോഴും ആ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരുടെ മകൾ മരിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഗതി 10-20 കൊല്ലം മുമ്പ്, 20 അല്ല, ഇപ്പോൾ ഒരുപാട് കൊല്ലങ്ങളായി കഴിയും. അത് എൻ്റെ എൻ്റെ പെങ്ങളുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്നൊരു കുടുംബമാണ്. ആ സംഗതി എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കിടന്നു. കുറേ കാലത്തിന് ശേഷം ഒരു ഒരു അപ്രതീക്ഷിതമായിട്ട് സമയത്ത് ഈ 2 വരി എൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. അതായത് ഉമ്മുക്കുലുസു മരിച്ചെന്നു രാത്രിയിൽ. അതെങ്ങനെയോ വരുന്നതാണത്. അതിനതിൽ സ്വാധീനം ഉണ്ടായിരിക്കാം, പറയാൻ പറ്റില്ല. പക്ഷേ ബോധപൂർവ്വം അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, വൈലോപ്പിള്ളിയുടെ കവിത എന്ന് പറയുന്നത് അതൊരു കുഞ്ഞിൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നും അല്ല. അത് 2 തരത്തിലുള്ള ലോകങ്ങളുടെ സംഘർഷമാണ് അതിനകത്തുള്ളത്. മുതിർന്നവരുടെയും കുട്ടികളുടെയും 2 ലോകങ്ങളാണ്. ആ ലോകങ്ങൾ തമ്മിലുള്ള സംഘർഷം. പിന്നെ ഒരുപാട് മനഃശാസ്ത്രപരമായ തലങ്ങളുണ്ട്. ഉമ്മുക്കുലുസുവിൽ ഈ തോരാമഴയിൽ അങ്ങനെയൊന്നുമില്ല. വളരെ നിഷ്കളങ്കമായിട്ടുള്ള ലളിതമായിട്ടൊരു കവിത മാത്രമാണ്. അത് സംഭവിച്ച ഒരു കാര്യം കൂടിയാണ്.